കോളിഫ്ലവർ മസാലക്കറി വെക്കാനായിട്ട് ആദ്യം തന്നെ ഇളം ചൂടുവെള്ളത്തിലേക്ക് അല്പം മഞ്ഞളും കുറച്ച് ഉപ്പും ഇട്ടിട്ട് കോളിഫ്ലവർ ഒന്ന് ഇട്ട് വെക്കാം. ഇനി ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ: ഉരുളക്കിഴങ്ങ്, ചെറിയ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, തക്കാളി, പിന്നെ ക്യാരറ്റ്. ആദ്യം തന്നെ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചെറിയ ഉള്ളിയും കൂടി മിക്സിയുടെ ജാറിലേക്ക് ഇട്ടൊന്ന് ചതച്ചെടുക്കണം. അതിനുശേഷം ആദ്യം ഒരു പാത്രത്തിലേക്ക് അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് വഴറ്റണം. സവോളയൊന്ന് വഴണ്ടി വരുമ്പോഴത്തേക്കും അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന പച്ചമുളക്, ചെറിയുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി എല്ലാം ഇട്ട് കൊടുത്ത ശേഷം ഒന്നും കൂടെ വഴറ്റിയ ശേഷം അതിലേക്ക് നമ്മളിപ്പോൾ ഇട്ടിരുന്ന ചിക്കൻ മസാലയാണ്. ചിക്കൻ മസാല ചേർത്ത് അതിനുശേഷം മുളക് പൊടിയും പിന്നെ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഇത്ര ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇതിലേക്ക് നമ്മൾ കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുക്കും. എന്നിട്ടിതൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയ ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളിയും കൂടി ചേർത്ത് ഒന്ന് ഇളക്കി കുറച്ചൊന്നായി വരുമ്പോഴത്തേക്കും ക്യാരറ്റ് അരിഞ്ഞിട്ട് കൊടുക്കാം. ക്യാരറ്റ് അരിഞ്ഞതും പിന്നെ ഉരുളക്കിഴങ്ങ് അരിഞ്ഞതും കൂടിയും ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. എന്നിട്ട് ഇത് വേകാനുള്ള വെള്ളം ഉണ്ടല്ലോ, ആ വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുത്ത് ഒന്ന് പകുതിയോളം വെന്ത് വരുമ്പം മാത്രം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കോളിഫ്ലവർ നന്നായിട്ട് കഴുകിയിട്ട് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കണം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. അതിനകത്തേക്ക് പകുതി വെന്ത് വരുമ്പോഴത്തേക്കും ഇതിനകത്തേക്ക് നമ്മൾക്ക് കോളിഫ്ലവർ കഴുകി ഇട്ട് കൊടുക്കാം. കോളിഫ്ലവർ കൂടി ചേർത്ത ശേഷം നന്നായിട്ട് വേവിക്കണം. തീ കുറച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് മല്ലിയില ഇട്ട് കൊടുക്കാം. തീ കുറച്ചിട്ട് എണ്ണ തെളിഞ്ഞ് വരുമ്പോഴത്തേക്കും കറി വാങ്ങി